ഇന്ന് പറയാൻ പോകുന്നത് പേറോൾ സീരീസിലെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം അതിനു മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സീരീസിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1-ൽ നമ്മൾ എംപ്ലോയീസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പാർട്ട് 2-ലാണെന്നുണ്ടെങ്കിൽ പേ ഹെഡ്സും അതേപോലെ തന്നെ അറ്റൻഡൻസ് വൗച്ചറും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ പാർട്ടിലാണെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് വൗച്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഓരോരുത്തരും അറ്റൻഡൻസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അതേപോലെ തന്നെ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ്സും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇമെയിൽ അയച്ചാൽ മതി. ഇമെയിൽ ID എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫൈൻ സാലറിയും അതേപോലെ തന്നെ പേറോൾ വൗച്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഓരോരുത്തർക്കും എന്തൊക്കെ അലവൻസുകളാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കണം ഫസ്റ്റിൽ. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അയാൾക്കുള്ള കാര്യങ്ങൾ അതിൽ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ അക്കൗണ്ടൻറ്റ് അയാൾക്കുള്ള സാലറി ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാണ് അയാൾക്ക് ബേസിക് സാലറി എത്രയാണ്, അയാൾക്ക് ബേസിക് സാലറി എത്രയാണ്, DA ഉണ്ടോ, അതേപോലെ തന്നെ HRA ഉണ്ടോ, ബോണസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് ഡിഫറൻറ്റ് ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ടോ അവർക്കെല്ലാം ഈ സാലറി ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാലാണ് പിന്നെയാണ് പേറോളിൻ്റെ എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1000 എംപ്ലോയീസ് ഉണ്ടെങ്കിലും 2000 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും എൻട്രി നമ്മൾക്ക് ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ പ്രിൻറ്റും നമ്മൾക്ക് ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഓൾട്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പേറോൾ മാസ്റ്റേഴ്സ് ആയിട്ട് കാണിക്കും. അപ്പോൾ എംപ്ലോയീസ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ എംപ്ലോയിയും ക്രിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ അറ്റൻഡൻസും ക്രിയേറ്റ് ചെയ്തു, പേ ഹെഡ്സും ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തതാണ് നമുക്ക് ഡിഫൈൻ സാലറി ആണ്. അപ്പോൾ ഓരോരുത്തർക്കും എന്തുമാത്രം അലവൻസുകൾ ഉണ്ട് എന്നുള്ളത് സെറ്റ് ചെയ്തിട്ട് വെക്കലാണ് ഡിഫൈൻ സാലറിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫൈൻ സാലറി സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഡിഫൈൻ സാലറി സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കും ആർക്കാണ് നമുക്ക് സാലറി സെറ്റ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഒരു എംപ്ലോയി സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ സനോജ് എന്നുള്ള എംപ്ലോയിയെ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? സനോജ് എന്ന് പറഞ്ഞു അണ്ടർ ഓഫീസാണ്. ഇഫക്റ്റീവ് ഫ്രം, ഈ എംപ്ലോയി എന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് മുതൽക്കാണല്ലോ അയാൾക്ക് സാലറി കിട്ടി തുടങ്ങുക. അപ്പോൾ ഇവിടെ ഡേറ്റ് കൊടുക്കാം. ഇപ്പോൾ 1/8/2023 കൊടുത്തു. ഇവിടെയാണ് നമ്മൾ ഇവർക്കുള്ള അലവൻസുകൾ കൊടുക്കേണ്ടത്. സനോജിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പേ ഹെഡ്സുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പേ ഹെഡ്സുകളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിലെ ബേസിക് സാലറി സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബേസിക് സാലറി ഇവിടെ വന്നു. അപ്പോൾ സാലറിയുടെ എമൗണ്ട് ആണ് ഇവിടെ അടിക്കേണ്ടത്. ഇപ്പോൾ അയാളുടെ ബേസിക് സാലറി പറയുന്നത് ഒരു 15,000 ആണെന്ന് വിചാരിക്കുക. 15,000 അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി അടുത്തത് അയാൾക്ക് എന്താണുള്ളത്? അപ്പോൾ അടുത്തതാണെങ്കിൽ ഡിയർനെസ് അലവൻസ് ആണുള്ളത്. അപ്പോൾ ഡിയർനെസ് അലവൻസ് സെറ്റ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ ഡിയർനെസ് അലവൻസ് ഇവിടെ പെർസെൻറ്റേജ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിയർനെസ് അലവൻസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ബേസിക് സാലറി ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഏർണിംഗ് ഫോർ എംപ്ലോയീസിലേക്കാണ് വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ ഓൺ അറ്റൻഡൻസിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബേസിക് സാലറി ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. അതിന് വേണ്ടിയിട്ട് ബേസിക് സാലറിയുടെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കേഴ്സർ വെച്ചു. ഇതിനെ ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഉള്ള കീ ആണ് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. ഇവിടെ വെച്ചിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാലറി ഏർണിംഗ് ഫോർ എംപ്ലോയീസിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കാൽക്കുലേഷൻ ടൈപ്പിൽ ഓൺ അറ്റൻഡൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഓൺ അറ്റൻഡൻസ് എന്നത് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം. അടുത്തതാണെങ്കിൽ ഡിയർനെസ് അലവൻസ് ആണ്. അപ്പോൾ കൺട്രോൾ എൻ്റർ അടിച്ചു.
ഡിയർനെസ് അലവൻസ് ഏണിംഗ് ഫോർ എംപ്ലോയീസ് ആണ്. ഇവിടെ കാൽക്കുലേഷൻ ടൈപ്പിലാണെങ്കിൽ കമ്പ്യൂട്ടഡ് വാല്യൂലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ പേഴ്സൻറ്റേജ് ആയിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടഡ് വാല്യൂലാണ് കൊടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എമൗണ്ട് കാണിക്കാത്തത്. അപ്പൊ നമുക്ക് എമൗണ്ട് ഇനി നമുക്ക് സാലറി സെറ്റ് ചെയ്യണ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നോളും. അതല്ല ഇനി ഇവിടെ പേഴ്സൻറ്റേജ് കൊടുക്കണം എന്ന് വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചിട്ട് F12 അടിച്ചാൽ മതി. അപ്പൊ ഇവിടെ ചോദിക്കും അലോ ടു ഓവർറൈഡ് സ്ലാബ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ പേഴ്സൻറ്റേജ് നമുക്ക് അടിച്ചു കൊടുക്കും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പേ ഹെഡ് എന്താണെന്നുള്ളത് നോക്കാം. അടുത്തതാണെങ്കിൽ HRA ആണ്. അപ്പൊ HRA സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ HRAയുടെ എമൗണ്ട് ഇവിടെ ഫ്ലാറ്റ് റേറ്റിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കാം. ഇപ്പൊ HRA പറയുന്നതാണെങ്കിൽ ഒരു 2000 കൊടുത്തു. 2000 കൊടുത്ത് എൻ്റർ അടിച്ചു. ഇനി അടുത്തതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാലറി അഡ്വാൻസ് ആണ്. അപ്പൊ സാലറി അഡ്വാൻസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ ഈ സാലറി അഡ്വാൻസ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് യൂസർ ഡിഫൈൻഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല അതിൽ എത്രമാത്രം സാലറി അഡ്വാൻസ് വാങ്ങിച്ചു എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എൻട്രി ചെയ്യണ സമയത്താണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യൂസർ ഡിഫൈനിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൺട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. അതേപോലെ തന്നെ സാലറി അഡ്വാൻസ് ലോഡ്സ് ആൻഡ് അഡ്വാൻസസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കാൽക്കുലേഷൻ ടൈപ്പും ഇവിടെ കാണിക്കും. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി അടുത്ത പാർട്ടി എടുക്കാം. ടോം സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ടോമിൻ്റെയും ഇവിടെ ജോയിനിങ് ഡേറ്റ് കൊടുത്തു. ടോമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ടോമിൻ്റെ ബേസിക് സാലറി പറയുന്നത് ഇവിടെയാണെങ്കിൽ ഒരു 12,000 ആണ് കൊടുത്തിരിക്കുന്നത്. എൻ്റർ അടിച്ചു. ടോമിനാണെന്നുണ്ടെങ്കിൽ അടുത്തതാണെന്നുണ്ടെങ്കിൽ ടോമിന് ഡിയർനെസ് അലവൻസ് സെറ്റ് ചെയ്തിട്ട് വെച്ചു. നെക്സ്റ്റ് ടോമിനുള്ളതാണ് HRA സെറ്റ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ HRA എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കാം. HRAയുടെ എമൗണ്ട് പറയുന്നത് ഒരു 1500 ആണ്. ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇപ്പൊ 2 പേരുടെ സാലറി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് സാലറി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് മന്ത് എൻഡിലാണ് അതിൻ്റെ എൻട്രി നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് വെക്കണം. കാരണം അവർ എത്ര ലീവ് എടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവർക്കുള്ള സാലറി ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അറ്റൻഡൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് അത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡേ ബുക്കിൽ പോയി നോക്കാം. ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ഡേ ബുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറ്റൻഡൻസ് പറഞ്ഞിട്ട് ഇവിടെ കാണും. ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 2 പേരുടെയും അറ്റൻഡൻസ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സനോജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് വരുത്താം. നമ്മളിത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇത് ലാസ്റ്റ് ഡേറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പേറോളിൻ്റെ എൻട്രി ലാസ്റ്റ് ഡേറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പേറോളിൻ്റെ എൻട്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസ്കേപ്പ് ചെയ്തിട്ട് പോയി ഇവിടെ F10 അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ പേറോൾ സെലക്ട് ചെയ്തിട്ടെടുക്കാം. കൺട്രോൾ F4 അടിച്ചാൽ മതി. അപ്പോൾ പേറോൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ അങ്ങനെ പേറോളിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അങ്ങനെ വന്നു. ഇനി നമുക്ക് പേറോൾ നമുക്ക് അറ്റൻഡൻസ് ചെയ്ത പോലെ നമുക്ക് മാനുവലായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഓട്ടോഫിൽ ആയിട്ട് കൊടുക്കാം. അപ്പോൾ മാനുവലായിട്ടാണ് കൊടുക്കണം എന്നുള്ളതുണ്ടെങ്കിൽ നമ്മളിവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് എംപ്ലോയിയുടെ പേര് സെലക്ട് ചെയ്തിട്ടെടുക്കാം. സനോജ് എന്നുള്ളത് അടിച്ചു. എന്നിട്ട് സനോജിനുള്ളത് ഇങ്ങനെ ഓരോ എമൗണ്ടുകളെ മാനുവലായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. കാരണം ഒരുപാട് സമയം എടുക്കും. ഒരു 8-10 എംപ്ലോയീസിൻ്റെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ നമ്മൾക്ക് അത് വേസ്റ്റാണ് ആ ടൈം. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിട്ട് നമ്മുടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലെ ഇവിടെ F10 അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലെ ഇവിടെ പേറോൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ പേറോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വന്നു. ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കീ ഉണ്ട്, ഓട്ടോഫിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൺട്രോൾ F അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഓട്ടോഫിൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ കാണിക്കും പേറോൾ ഓട്ടോഫിൽ. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും പ്രോസസ് ഫോർ. നമുക്ക് എന്താണ്? സാലറിയാണ്. അപ്പോൾ ഇവിടെ സാലറി സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇപ്പോൾ ഓഗസ്റ്റിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് 1/8 to 31/8 ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും എംപ്ലോയി ഗ്രൂപ്പ്. നമുക്ക് ഗ്രൂപ്പ് വൈസ് ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓൾ ഐറ്റംസ് കൊടുത്താൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ഒരുമിച്ചിട്ട് വന്നോളും. അപ്പോൾ ഞാനിവിടെ ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. എംപ്ലോയി നെയിം വെച്ചിട്ടാണോ എംപ്ലോയിയുടെ നമ്പർ വെച്ചിട്ടാണോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എംപ്ലോയിയുടെ നെയിം വെച്ചിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ എൻ്റർ അടിച്ചു.
അപ്പോൾ ഇവിടെ ചോദിക്കും പേറോൾ ബാങ്ക് ക്യാഷ് ആയിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ സാലറി കൊടുക്കുന്ന സമയത്ത് നമ്മൾ മന്ത് എൻഡിലാണ് സാലറി ഇടാറുള്ളത്. പക്ഷേ ആ മന്ത് എൻഡിൽ നമ്മൾ സാലറി കൊടുക്കാറില്ല. സാലറിയുടെ എൻട്രി ബുക്ക് ചെയ്ത് വെക്കുന്ന എൻട്രിയാണ് ചെയ്യാറുള്ളത്. അതായത് സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കാറുള്ളത്. ബൈ സാലറി ടു സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സാലറിയുടെ കാൽക്കുലേഷൻ വരിക, സാലറി അഡ്വാൻസ് എങ്ങനെയാണ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് സാലറിയുടെ പേയബിൾ എൻട്രി എങ്ങനെയാണ് ഇടുക, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മന്ത് എൻഡിലെ ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്. കാരണം ഒരു മാസം സാലറി നമ്മൾ എന്താണ് അടുത്ത മാസമാണ് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്, സാലറി പേയബിൾ എന്നുള്ളൊരു ലെഡ്ജറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഓൾട്ട് സി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ സാലറി പേയബിൾ എന്നുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. സാലറി പേയബിൾ അടിച്ചു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നോട്ട് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ അണ്ടർ എന്നുള്ളിടത്ത് കറണ്ട് ലയബിലിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട് സാലറി പേയബിൾ ഇപ്പോൾ സനോജിനുള്ളതും അതേപോലെ തന്നെ ടോമിനുള്ള സാലറി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 15,000 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ സാലറി എത്രയേ വന്നിട്ടുള്ളൂ, 14,032 രൂപ 26 പൈസയെ വന്നിട്ടുള്ളൂ. കാരണം എന്താണ്, സനോജിന് നമ്മൾ ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ടോമിനും നമ്മൾ ലീവ് ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ സാലറി എല്ലാം വരും. ഇനി നമ്മൾ സനോജിന് നമ്മൾ സാലറി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാലറി അഡ്വാൻസ് നമുക്ക് സനോജ് സാലറി അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് നമുക്ക് ഇപ്പോഴാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം. പേ പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1 ഓഗസ്റ്റ് ടു 31 ഓഗസ്റ്റിലുള്ള സാലറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി സാലറി അഡ്വാൻസ് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ കൺട്രോൾ F അടിച്ചു, ഓട്ടോഫിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു, പേറോൾ ഓട്ടോഫിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ യൂസർ ഡിഫൈൻഡിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ യൂസർ ഡിഫൈൻഡ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു, 1/8/31 കൊടുത്തു. ഇവിടെ നമുക്ക് സനോജാണ് നമുക്കിപ്പോൾ സാലറി അഡ്വാൻസ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. ഇവിടെ സനോജിൻ്റെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു, ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ വീണ്ടും സാലറി പേയബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ സാലറി അഡ്വാൻസ് കൊടുക്കാം. ഇപ്പോൾ സാലറി അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 1500 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1500 കൊടുത്തു. കാരണം അത് ഈ എൻട്രി ചെയ്യുന്ന സമയത്താണ് അറിയാൻ പറ്റുള്ളൂ എത്രയാണ് അഡ്വാൻസ് വാങ്ങിച്ചതെന്ന്. മന്ത് എൻഡിലാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഇയാളുടെ സാലറി ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അയാൾ എത്ര അഡ്വാൻസ് വാങ്ങിച്ചു എന്നുള്ളത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾക്ക് നരേഷനായിട്ട് കൊടുക്കാം. നമുക്ക് സാലറി അഡ്വാൻസ് അഡ്ജസ്റ്റഡ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമ്മൾക്ക് ഈ നമ്മൾ ചെയ്തിട്ടുള്ള എൻട്രി എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എസ്കേപ്പ് ചെയ്തിട്ട് പോയി ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ പേറോൾ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പേറോൾ റിപ്പോർട്ട് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ റിപ്പോർട്ടുകളും ഇവിടെ കാണിക്കും. ഫസ്റ്റിലുള്ളതാണ് പേ സ്ലിപ്പ്. അപ്പോൾ പേ സ്ലിപ്പ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പേ സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കും ഓൾ ഐറ്റംസ്. നമുക്കിവിടെ ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും സനോജിനും ഉണ്ട്, അതേപോലെ തന്നെ ടോമിനും വന്നിട്ടുണ്ട്. നമ്മളുടെ സാലറി ഷീറ്റ് പേ സ്ലിപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് കാണണമെന്ന് വിചാരിക്കുക. നമുക്കിവിടെ സനോജ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സനോജ് എടുത്തു കഴിഞ്ഞാൽ സനോജിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. എംപ്ലോയി നമ്പർ, ഡെസിഗ്നേഷൻ, അയാളുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ഇവിടെ ആബ്സെൻ്റ് 2 ദിവസം മാർക്ക് ചെയ്തിട്ടുണ്ട്. അയാളുടെ ഏർണിങ്സ്, ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, HRA, അതേപോലെ തന്നെ ഇവിടെ സാലറി അഡ്വാൻസ് ഇവിടെ ഡിഡക്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിഡക്ഷനിലാണെങ്കിൽ സാലറി അഡ്വാൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അയാളുടെ നെറ്റ് സാലറി പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 15,935 രൂപയാണ് അയാളുടെ നെറ്റ് സാലറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും.
ഇനി നമുക്ക് അടുത്ത ആളുടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അടുത്തത് ടോം ആണ്. ടോം സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ടോമിൻ്റെ ആണെങ്കിൽ ഇവിടെ ആബ്സെൻ്റ് ഒരു ദിവസം വന്നിട്ടുണ്ട്. ഇവിടെ ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, HR എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. മുകളിലാണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും വന്ന് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് റിപ്പോർട്ടാണ് പേ ഷീറ്റാണ്. ഷീറ്റ് വൈസ് ആയിട്ട് നമുക്ക് കാണും. നമ്മൾ പേ ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലാണെങ്കിൽ നമ്മളിവിടെ സനോജ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ സനോജ് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പേര് സനോജ് എന്നാണ് വന്നിരിക്കുന്നത്. ബേസിക് സാലറി. അപ്പോൾ ഇങ്ങനെ ഷീറ്റ് വൈസ് ആയിട്ടാണ് കാണിക്കുക. ഡിയർനെസ് അലവൻസ് വന്നിട്ടുണ്ട്, HR വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഏണിങ്സ് ഇതാണ്. അതിൽ നിന്ന് സാലറി അഡ്വാൻസ് മൈനസ് ചെയ്തു. ബാക്കിയുള്ള നെറ്റ് എമൗണ്ട് ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇനി നമുക്ക് അടുത്ത പാർട്ടിയാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോമിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. അപ്പോൾ ടോം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, HR, അതേപോലെ തന്നെ വേറെ ലെസ് ഒന്നുമില്ല ഇതിൽ. വേറെ ഡിഡക്ഷൻസ് ഒന്നും ഇതിലും ഇല്ല. അതുകൊണ്ട് ഇയാളുടെ നെറ്റ് സാലറി പറയുന്നത് 14,274.19 ഇയാളുടെ നെറ്റ് സാലറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് റിപ്പോർട്ട് എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് ഷീറ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സനോജ് ആണെങ്കിൽ 2 ദിവസം, ടോം ആണെങ്കിൽ 1 ദിവസം ഇവിടെ ആബ്സെൻറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് പേറോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ പേറോൾ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്. ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, HR ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെയും സാലറിയുടെ എമൗണ്ട് ഇവിടെ വെച്ചിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നതാണെങ്കിൽ എംപ്ലോയി പേ ഹെഡ് ബ്രേക്കപ്പ്. അതായത് ഓരോ എംപ്ലോയിയും നമുക്ക് ബ്രേക്ക് ചെയ്ത് കാണാൻ പറ്റും റിപ്പോർട്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് നോക്കാം. എൻ്റർ അടിച്ച് നോക്കി. എൻ്റർ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പേ ഹെഡുകളും വരും. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും എത്ര വന്നിട്ടുണ്ട്, സനോജിന് എത്ര വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ടോമിന് എത്ര വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള നമുക്ക് ബ്രേക്ക് ചെയ്ത് റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് എംപ്ലോയി പേ ഹെഡ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പേ ഹെഡ് എംപ്ലോയി ബ്രേക്കപ്പ് ആണ്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആൾക്കാരുടെ പേരുകൾ കാണിക്കും. അതായത് ഓരോരുത്തർക്കും എന്തൊക്കെ പേ ഹെഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സനോജ് എടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സനോജിന് വന്നിട്ടുള്ള അതൊക്കെ കാണിക്കും. ഇവിടെ കറണ്ട് ലയബിലിറ്റി, അതേപോലെ തന്നെ എക്സ്പെൻസ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാലറി പേയബിൾ ആണ് ലയബിലിറ്റി ആയിട്ട് കിടക്കുന്നത്. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സാലറി, അതേപോലെ തന്നെ ഡിയർനെസ് അലവൻസും, അതേപോലെ തന്നെ HR വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ നമ്മൾക്ക് പേറോളിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾക്ക് പല റിപ്പോർട്ടുകൾ നമ്മൾക്ക് എടുത്തിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണെങ്കിൽ പേറോൾ രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ പേറോൾ രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 രജിസ്റ്ററാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നമ്മുടെ സാലറി കൊടുക്കണ എൻട്രി, ആദ്യത്തെ പറഞ്ഞാൽ നമ്മുടെ സാലറി അഡ്വാൻസിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സാലറിയുടെ പേയബിൾ എൻട്രിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ഡേ ബുക്കിലെ എൻട്രിയാണ് നമുക്കിവിടെ കാണിക്കുക. അടുത്തത് പറഞ്ഞാൽ അറ്റൻഡൻസ് രജിസ്റ്ററാണ്. ആ അറ്റൻഡൻസ് രജിസ്റ്റർ നമുക്ക് ഇവിടെ വെച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് മുഴുവൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേറോളിനെ കുറിച്ചിട്ട് നല്ല ഒരു ഐഡിയ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.